വണക്കം. നമ്മുടെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എവിടെ തൊട്ടാലും പ്രശ്നങ്ങളാണ്. ഒരു ജാതിയിൽ തൊടാൻ പറ്റില്ല, ഒരു മതത്തിൽ തൊടാൻ പറ്റില്ല, ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണെന്ന് തോന്നുന്ന എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു വിഭാഗം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാനും രാജ്യം കത്തിക്കാനും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാനിലും ഇതേ പ്രശ്നമുണ്ട്, ബംഗ്ലാദേശിലും ഇതേ പ്രശ്നമുണ്ട്, നേപ്പാളിലും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തും ഉണ്ട്. പക്ഷേ ഇത് വളരെ രൂക്ഷമായിട്ടൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതേ പ്രശ്നം ഈ പോലീസ് വിഭാഗത്തിലും പട്ടാളത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കൂട്ടർ രാജ്യത്തിനെ അട്ടിമറിക്കാൻ ഇറങ്ങിയാൽ ആ രാജ്യത്തിനെ അട്ടിമറിക്കാൻ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ പട്ടാളവും പോലീസും കൂടെ ചേരും. എത്ര ഭയാനകരമായിട്ടൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന എന്ന് പറയുന്ന അവിടെ ജനാധിപത്യപരമായിട്ട് എലക്ട് ചെയ്ത ഒരു പ്രധാനമന്ത്രിയെ അട്ടിമറിക്കാനായിട്ട് പട്ടാളവും പോലീസും ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഇവരെ കൊല്ലണം, ഇവരെ കത്തിക്കണം എന്ന് പറയുകയാണ്. ബംഗ്ലാദേശിലും അതാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ റെജീം ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭരണം അവർക്ക് ഈസി ആയിട്ട് മറിച്ചിടാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിൽ പിന്നെ പട്ടാള ഭരണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രധാനമന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ ഭരിക്കാനായിട്ട് സമ്മതിക്കില്ല. ഭീകരവാദികൾ ഒരു സൈഡിലുണ്ട്, വേറൊരു സൈഡിൽ ജനങ്ങളുണ്ട്, വേറൊരു സൈഡിൽ ജാതിവാദികളുണ്ട്, വേറൊരു സൈഡിൽ മതമൗലികവാദികളുണ്ട്, വേറൊരു സൈഡിൽ പട്ടാളമുണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ മറിച്ചിടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ വരുന്ന പ്രധാനമന്ത്രിമാരെല്ലാം ഉള്ള സമയം കൊണ്ട് അവരുടെ കീശ വീർപ്പിച്ചുകൊണ്ട് മറിച്ചിടാനുള്ള സമയമാകുമ്പോൾ എന്താണ് കുട്ടയും ചട്ടിയും വട്ടിയൊക്കെ ആയിട്ട് നേരെ ലണ്ടനിലും അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ പോയിട്ട് അവിടെ സെറ്റിലാവുന്നത്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഭരണഘടനയാണ്. ഭരണഘടന മാത്രമല്ല നമ്മുടെ നാട്ടിൻ്റെ കരുത്തെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഈ നാട്ടിൻ്റെ ഭൂരിപക്ഷ ജനതയാണ്. 80% വരുന്ന ഹിന്ദു ജനസംഖ്യയാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഈ 80% വരുന്ന ഈ ഹിന്ദു ജനസംഖ്യ വളരെ ലിബറലായിട്ടുള്ള മനുഷ്യരാണ്. അവർ ഭരണഘടന, സ്വന്തം മതമല്ല, ഭരണഘടനയാണ് വലുത്. ഈ ഞാൻ പോലും എൻ്റെ മതത്തിനെക്കാട്ടിലും എനിക്ക് വലുത് എൻ്റെ ഭരണഘടന തന്നെയാണ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയുള്ള ഭൂരിപക്ഷ ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആ ഭരണഘടന ശക്തമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ താഴെയുള്ള ജുഡീഷ്യറി, പോലീസ് സംവിധാനം, പട്ടാളം എല്ലാം ശക്തമായിട്ട് നിൽക്കുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇതിനകത്ത് ഈ സംവിധാനങ്ങൾക്കകത്ത് പുഴുക്കുത്തുകൾ വന്നാൽ നമ്മുടെ രാജ്യം എന്തു ചെയ്യും? നമ്മുടെ രാജ്യം തകർച്ചയുടെ വക്കിലേക്ക് പോകും, അല്ലെ തകർച്ചയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ നാട്ടിന് ഏറ്റവും നമ്മൾ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി, നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ പോലീസ്, നമ്മുടെ പട്ടാളം, നമ്മുടെ ആർമി, അതായത് നമ്മുടെ സേനാ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ISRO, ഇസ്രോ, അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ, അവരിവരും എല്ലാവരും. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയാണ് ഇതിനകത്ത് എന്താണ് നടക്കുന്നത്. കാരണം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പോകാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിൽ കയറി. അങ്ങനെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിൽ കയറിയപ്പോൾ താലിബാനെ ഒരുപാട് ഞാൻ വിമർശിച്ചിരുന്നു. താലിബാൻ എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളോട് ചെയ്യുന്ന, സ്ത്രീകളോട് ചെയ്യുന്ന കൊള്ളരുതായ്മ, അവിടെയുള്ള മതമൗലികവാദം ഊന്നി ജീവിക്കുന്ന പല രീതിയിലുള്ള അട്രോസിറ്റീസ്, അവിടെ അടിമച്ചന്തകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ വിമർശിച്ച ഒരു സമയത്താണ് പെട്ടെന്ന് എനിക്ക് വലിയ രീതിയിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നമ്മുടെ ആർമിയുടെ അറിവോടുകൂടി അവർക്ക് എയ്ഡ്, അതായത് അവർക്ക് വേണ്ട അരി, പൊരി, ശർക്കര, ഉണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്നു. അപ്പം ഞാൻ എളിഭ്യനായിപ്പോയി. എനിക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ എളിഭ്യനായി പോയിട്ട് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു മേജറിനെ വിളിച്ച് ചോദിച്ചു, സാർ ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? അദ്ദേഹം ഒരു ഡിഫൻസ് അനലിസ്റ്റ് കൂടെയാണ്. ഇവിടെ എന്താണ് ഇത് നടക്കുന്നത്? ഈ അഫ്ഗാനിസ്ഥാനെയൊക്കെ നമ്മൾ സഹായിക്കേണ്ട യാതൊരുവിധ ആവശ്യമുണ്ടോ? അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് ചിന്തോദ്വീപകമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ആർമി, നമ്മുടെ നേവി, നമ്മുടെ എയർഫോഴ്സ്, നമ്മുടെ പ്രതിരോധ സംവിധാനം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ നാടിന് ദോഷം വരുന്നതൊന്നും അവർ ചെയ്യില്ല, കട്ടായമാണത്. നമ്മുടെ നാടിന് ദോഷം വരുന്നതൊന്നും അവർ ചെയ്യില്ല. പോരാത്തതിന് അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അത് ഇന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല, നാളെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇന്ന് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കൂടെയാണ്. അഫ്ഗാനിസ്ഥാനാണ് ഇന്ന് പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടാനായിട്ട് നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സഹായമായിട്ട് നിൽക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് അലഞ്ഞു തിരിയുന്ന സകല അജ്ഞാതന്മാരും അഫ്ഗാനിസ്ഥാൻ്റെ ടീമാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ യൂറോപ്പിനും പിന്നെ റഷ്യയ്ക്കും അടക്കം, ചൈനയ്ക്കും അടക്കം അറേബ്യൻ സീയിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രതിരോധ വകുപ്പ് നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇവരെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തണം. ഭാഗ്യവശാൽ
പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തെറ്റുകയും അഫ്ഗാനിസ്ഥാനെ നമ്മളെ കൂടെ ചേർക്കുകയും ചെയ്തു. ഇതൊരു യുദ്ധതന്ത്രമാണ്, രാജതന്ത്രമാണ് ഇതെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള മണ്ട എനിക്കില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് നോളജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രതിരോധ വിഭാഗം അങ്ങനെയല്ല. നമ്മുടെ ആർമി, നമ്മുടെ നേവി, നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത്രയല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ അംഗീകരിക്കുക, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, അത്ര മാത്രമേ ഉള്ളൂ. ദേശസ്നേഹം തുളുമ്പുന്ന ആൾക്കാരാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. സമാനമായിട്ടുള്ള രീതിയിൽ ഞാൻ അട്ടത്ത് വെച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു, അജിത് ഡോവൽ നമ്മുടെ തിരുവനന്തപുരത്ത് ISROയിൽ വന്ന് ഒരു കറക്കമൊക്കെ കറങ്ങി തിരിച്ചുപോയി. അജിത് ഡോവൽ അങ്ങനെ തിരിച്ചുപോയ ആ ഒരു സമയത്ത് അജിത് ഡോവൽ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ പഴവങ്ങാടിയിലുള്ള മഹാ ചിപ്സിൽ വന്ന് അതിനകത്ത് കയറി ഒരു പാക്കറ്റ് ചിപ്സും വാങ്ങിച്ച് കുറച്ചുകൊണ്ടാണ് പോയത്. ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് വന്ന് ചുമ്മാ, അപ്പം ഞാൻ ആ സമയത്ത് പല ആൾക്കാരോടും ചോദിച്ചിരുന്നു, എനിക്കത് വിശ്വാസം വന്നില്ല. കാരണം അജിത് ഡോവൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സ്ഥലത്ത് വന്ന് ചുമ്മാ സ്ഥലം കാണാൻ അങ്ങനെ പുള്ളി വരില്ല. അജിത് ഡോവൽ അങ്ങനെ വരില്ല. അവിടെ വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അജിത് ഡോവൽ പോകില്ല. മഹാ ചിപ്സിൽ കയറി ചിപ്സ് വാങ്ങിച്ച് കുറച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ ISROയിൽ എന്തോ ഒരു വമ്പൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം പക്ഷേ നമുക്ക് അതിൻ്റെ സൂചനകളൊന്നും കിട്ടിയില്ല. ഞാൻ അതിൻ്റെ പിറകെ ആയിരുന്നു. ബേസിക്കലി ഞാൻ അതിൻ്റെ പിറകെ ഒരുപാട് ഡിഫൻസ് അനലിസ്റ്റുകളെ വിളിച്ചു, എനിക്കറിയാവുന്ന പട്ടാള മേജർമാരെ വിളിച്ചു, അവരെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് നമുക്കിപ്പോൾ നിലവിലൊന്നും പറയാൻ സാധിക്കില്ല, അതിനകത്ത് എന്താണ് നടന്നത് എന്നുള്ളത് നടന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാത്ത കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ നമ്മളെ അറിയണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നിന്നും പുറത്ത് വരാറുമുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അജിത് ഡോവൽ വന്നു പോയി. ഈ ISROയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. അതിനുശേഷം നമ്മുടെ സാറ്റലൈറ്റുകൾ പലതും ISRO അല്ല ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ അതും ശ്രദ്ധിച്ചു. വലിയ രീതിയിലുള്ള ലോഞ്ചുകളൊന്നും ISROയിൽ ഇപ്പോഴും നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് നടക്കാത്തത്? പോരാത്തതിന് നമ്മൾ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിന് കൊടുത്തിട്ടാണ് നമ്മുടെ ദൃഷ്ടി എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുകയും ചെയ്തത്. അത് ലോകത്താർക്കും അത്തരത്തിലുള്ളൊരു ഉപഗ്രഹമില്ല എന്നുള്ളതാണ് ദൃഷ്ടി എന്ന് പറഞ്ഞ ഉപഗ്രഹം. അത് സ്പേസ് എക്സിൽ കൂടെ നമ്മൾ വിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തു പോയി എന്നുള്ളൊരു വാർത്തയും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. അതിനുശേഷം ISROയിൽ കൃത്യമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. അതിനുശേഷം പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഗഗൻയാൻ പദ്ധതി അടക്കം അട്ടിമറിച്ചുകൊണ്ട് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ, 100-ലധികം ശാസ്ത്രജ്ഞർ ISROയിൽ നിന്ന് രാജിവെക്കുന്നു. സ്വജനപക്ഷപാതമാണ്, മറ്റതാണ്, മറിച്ചതാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് രാജിവെക്കുന്നത്. എനിക്ക് ബേസിക്കലി വളരെ വിഷമം തോന്നി. കാരണം നമ്മുടെ ISRO എന്ന് പറയുന്നുണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന യുദ്ധം എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, എയറോസ്പേസിലുള്ള കംപ്ലീറ്റ് ഫുള്ളി ലോഡഡ് സ്പെക്ട്രം വാറുകളാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത്. പണ്ട് നമ്മൾ ഈ ആകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയും ആകാശത്തേക്ക് വാണം വിട്ടാൽ പട്ടിണി മാറുമെന്ന്. പട്ടിണി മാറും. ആകാശത്തേക്ക് റോക്കറ്റ് വിട്ട് ആകാശത്തുള്ള ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇന്ന് നമ്മുടെ ലോകം തന്നെ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ശത്രു രാജ്യങ്ങളെ വീക്ഷിക്കുന്നത്, നമ്മുടെ കാലാവസ്ഥ നമ്മൾ അറിയുന്നത്, നമ്മളെ കർഷകർക്ക് ഏത് സമയത്ത് മഴ വരും, ഏത് സമയത്ത് വെയിൽ വരുമെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്, പോരാത്തതിന് നമ്മുടെ നുഴഞ്ഞുകയറ്റം, നമ്മുടെ അതിർത്തികൾ നമ്മൾ കാക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചുരണ്ടി ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ആകാശത്തുള്ള സംഭവങ്ങളാണ്. പോരാത്തതിന് ഒരു രാജ്യത്ത് കലാപം നടത്തണമോ, രാജ്യത്ത് കലാപം നടത്തണ്ടേ എന്ന് പോലും ചിന്തിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇറാനെ പോലുള്ള രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്തത്, അവരുടെ രാജ്യത്ത് ഇൻ്റർനെറ്റ് കിട്ടുന്ന സ്റ്റാർലിങ്ക് പോലെയുള്ള ഉപഗ്രഹങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത്. അതിന് ഇറാനെ സഹായിച്ചത് റഷ്യയും ചൈനയും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഉപഗ്രഹങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ബ്ലാക്ക് ഔട്ട് ആക്കാൻ പറ്റും. അടുത്തതായിട്ട് ജപ്പാൻ പറയുന്നത്, അടുത്തതായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ 2.0 വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കരയിലും കടലിലും ആകാശത്തും നോക്കിയിരുന്നു, പക്ഷേ ബഹിരാകാശത്താണ് ഇന്ത്യ പണി നടത്താൻ പോകുന്നത് എന്നാണ് ജപ്പാനിലെ പ്രശസ്ത തിങ്ക് ടാങ്ക് ഇവിടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തത്. കാരണം പാകിസ്ഥാൻ്റെ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്ത്യ അടിച്ച് തൂഫാനാക്കും. അപ്പോൾ പാകിസ്ഥാൻ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകും. ആ സമയത്ത് പാകിസ്ഥാനെ രാജ്യത്തിന് തുടച്ചു നീക്കും. ഇത് കണ്ട് ഭയപ്പെട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു, ചാര ഉപഗ്രഹങ്ങൾ ഒരുപാട് ചൈനയുടെ സഹായത്തോടു കൂടി വിക്ഷേപിക്കാനും തുടങ്ങി. അപ്പോഴും നമ്മുടെ ISROയിൽ പെട്ടെന്നൊരു പ്രതിസന്ധി വരികയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ശേഷം പല ഭാഗങ്ങളിലും അങ്ങേര് കയറി കൈവയ്ക്കുന്നുണ്ട്. പല ആൾക്കാർക്കും പൊള്ളുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൈവയ്ക്കുമ്പോൾ ഇത്രയും കാലം അനുഭവിച്ചു പോകുന്ന ഒരു കുത്തക ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. കാരണം അതിനകത്ത് ഇരിക്കുന്നത് മൊത്തം ലെഫ്റ്റ് ലിബറൽ കമ്മികളാണ്. അവർ ഡിസൈൻ ചെയ്ത ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഡിസൈൻ ചെയ്ത മോഡലിലാണ് നമ്മൾ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ചരിത്രമൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രം തുലനം ചെയ്ത് പഠിക്കുന്ന ചരിത്രമൊന്നുമില്ല, അവർ ഡിസൈൻ ചെയ്ത ചരിത്രമൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ കൈവയ്ക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവും, പ്രക്ഷോഭം ഉണ്ടാവും. അതൊക്കെയാണ് ഈ CJP പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് പിന്നീട് അണപൊട്ടി ഒഴുകുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ മോദി 2014 വന്നപ്പോൾ കൊളീജിയത്തിൽ ഒന്ന് കൈവയ്ക്കാൻ ശ്രമിച്ചു. കൊളീജിയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഈ കൊളീജിയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ജഡ്ജിയാണെങ്കിൽ എൻ്റെ മോനാണ് അടുത്ത ജഡ്ജി, വേറൊരു ജഡ്ജി അവിടെ ഇല്ല.
എൻ്റെ മോനാണ് അടുത്ത ജഡ്ജി, ഈ കൊളീജിയത്തിനെ പൊളിച്ചെടുക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് പോലും സഭയിൽ പറയുന്നതായിട്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡു ഇതിൻ്റെ പേരിൽ ജോൺ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. സമാനമായിട്ടുള്ള രീതിയിൽ ISROയിലും വലിയ കുത്തകകളുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വളരെ ഗുരുതരമാണ്. ISROയിൽ ഒടുവിൽ ആ വാർത്ത പുറത്തു വരികയാണ്. എന്തിനാണ് നമ്മുടെ അജിത് ഡോവൽ അങ്ങോട്ടേക്ക് പോയത്? അജിത് ഡോവൽ വെറുതെ പോകില്ല എന്ന് നമുക്കറിയാം. കേരള കൗമുദി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ ഏറ്റവും വിശ്വസ്തവും കാര്യപ്രാപ്തി തെളിയിച്ചതുമായിട്ടുള്ള PSLV റോക്കറ്റുകൾ, ഈ റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ISRO എന്ന് പറയുന്നത് ഇനി വെറും ഒരു ISRO അല്ല, നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ പോലും മെനയുന്ന വലിയ രീതിയിലുള്ള നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫേമാണ് ISRO എന്ന് പറയുന്നത്. ആ യുദ്ധതന്ത്രം ISRO, DRDO എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരല്ല അവരെന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്തു നിന്നും പല രേഖകളും പല ഡാറ്റകളും ഒക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ, അതായത് ബാഹുബലി സിനിമയിലൊരു സീനുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. ബാഹുബലി ഫസ്റ്റിൽ കാലകേയന്മാർ ബാഹുബലിയുടെ മഹിഷ്മതി ആക്രമിക്കാൻ വരികയാണ്. ഈ മഹിഷ്മതി ആക്രമിക്കാൻ വരുമ്പോൾ ബാഹുബലിയുടെ ആ രാജ്യത്തുള്ളൊരു ചാരനുണ്ട്. അവനാണെങ്കിൽ ഒരു കെട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഒരു ചുരുളഴിയാത്ത കുറേ തുണിയും ഈ അൺഫോൾഡഡ് ആയിട്ടുള്ള ഈ ഓലകളൊക്കെ ഒരു പരുന്തിൻ്റെ കാലിൽ കെട്ടിയിട്ട് പറത്തിവിടും. അത് പറത്തിവിടുന്നത് കണ്ടിട്ടാണ് അവനെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്താടാ നീ പറത്തിവിട്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഈ രാജ്യത്തിൻ്റെ യുദ്ധ രഹസ്യങ്ങളാണ് ഞങ്ങൾ പറത്തിവിട്ടത്. അങ്ങനെയാണ് ഈ യുവന്മാർ വരുന്നത്. അതായത് കാലകേയന്മാർ വരുമ്പോൾ ബാഹുബലി പറയുന്നത്, യുവന്മാർക്ക് അറിയാത്ത യുദ്ധതന്ത്രം നമുക്ക് പ്രയോഗിക്കാം. അപ്പോൾ അപ്പുറത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ശിവഗാമി ദേവി ചോദിക്കും, അതേത് യുദ്ധതന്ത്രം ചോദിക്കുമ്പം ഓലയിൽ എഴുതി വയ്ക്കാത്തൊരു യുദ്ധതന്ത്രമുണ്ട്, അതാണ് ത്രിശൂല വ്യൂഹം, അത് നമുക്ക് പ്രയോഗിക്കാം. അതാകുമ്പോൾ അവന്മാർക്ക് അറിയില്ല എന്ന് പറയും. അവന്മാരെ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റൊരു വഴി കൂടെ പോയി തലവനെ കൊല്ലുന്നതാണ് ഈ രീതി എന്ന് പറയും. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ പോലുമുള്ള ഒരു സ്ഥലമാണ് ISRO, DRDO എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാകും. ഇപ്പോൾ നമ്മുടെ PSLV റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നു. അതിൻ്റെ റീസൺ ISROയിലെ ഉന്നതനായിട്ടുള്ള മലയാളിയല്ലാത്ത ഒരു ശാസ്ത്രജ്ഞനാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കേരള കൗമുദിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഇത് രാജ്യത്തിനെ തന്നെ നടുക്കുന്ന ഒരു വാർത്തയാണ്. കാരണം എനിക്കിത് പറയണമെന്നുണ്ട്, അതായത് ഈ വാർത്ത അനലൈസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല. അപ്പം നമ്മളെ ശാസ്ത്രജ്ഞന്മാരെ കുറ്റം പറയുന്നത് ശരിയല്ല. ഇതും കുറ്റമായിട്ടല്ല പറയുന്നത്, ഇത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അതായത് അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തിയ അതിൻ്റെ പേരിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുകയാണ്. പിന്നാലെ ഉന്നതതലത്തിലുള്ള വിദഗ്ധരും സാങ്കേതിക പരിശോധന അവിടെ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴേ എനിക്കറിയാമല്ലോ ഇതിനകത്ത് എന്തോ പണി നടക്കുന്നുണ്ട്. കാരണം ഇതിനകം മുഴുവൻ പൊളിച്ചടുക്കുകയാണ് മോദി സർക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 18 ഒരു PSLV C-61 വിക്ഷേപണം അത് പരാജയപ്പെട്ടിരുന്നു. ഇതിൻ്റെ കാരണം കണ്ടെത്താനാണ് ISRO വസ്തുതാന്വേഷണ സമിതിയെ ആ സമയത്ത് നിയോഗിച്ചു. പരാജയത്തിൻ്റെ കാരണമായ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ശുപാർശകൾ അവർ സമിതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ വസ്തുതാപരമായിട്ടുള്ള അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനക്കാരനായ ഉന്നത ശാസ്ത്രജ്ഞൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇയാൾ ഇത് സ്വന്തം നിലയിൽ ഈ PSLV റോക്കറ്റിൻ്റെ പല കാര്യങ്ങളും തിരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു വാർത്തയാണ്. ഈ ഗുരുതരമായിട്ടുള്ള തിരുത്തലുകളുടെ വീഴ്ചകളെ തുടർന്നാണ് ഇക്കൊല്ലം ജനുവരിയിൽ നടന്ന തുടർന്നുള്ള PSLV ദൗത്യവും പരാജയപ്പെട്ടത് എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നിലെ വ്യക്തിപരമായ സാമ്പത്തിക താല്പര്യങ്ങൾ ആണോ, അതായത് ഈ സംഭവത്തിന് പിന്നിൽ ആ ശാസ്ത്രജ്ഞന് വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ, ഇതൊക്കെ അട്ടിമറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദേശ ശക്തികളുടെ കൈ ഇതിനകത്തുണ്ടോ എന്നുള്ളതും ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അജിത് ഡോവൽ വരേണ്ട കാര്യമില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ISROയിലേക്ക് തൽക്കാലം പുതിയ വിക്ഷേപണങ്ങളൊന്നും ഇല്ലാത്തത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ISROയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സാങ്കേതിക വിദഗ്ധരും ഉന്നത ശാസ്ത്രജ്ഞരും അടുത്തിടെ കൂട്ടത്തോടെ രാജിവെച്ച് ഇത്തരം സ്വകാര്യ കമ്പനികളിൽ ചേർന്നിരുന്നു. രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസി പതിറ്റാണ്ടുകൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത സുപ്രധാന സാങ്കേതിക വിവരങ്ങളും സൗകര്യങ്ങളും ഇതോടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനായാസം ലഭ്യമായി. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ISROയെ ദുർബലപ്പെടുത്തി സ്വകാര്യ വ്യവസായികളെ സഹായിക്കാനുള്ള വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചതോടെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ വിക്ഷേപണ രംഗത്ത് സജീവമായി ഉണ്ട്. വിക്ഷേപണ പ്രക്രിയകളിലും ഉപഗ്രഹ നിർമ്മാണത്തിലും വൻ കുതിപ്പ് നേടിയ ഇത്തരം പല സ്വകാര്യ സ്ഥാപനങ്ങളും പിന്നിൽ വൻ തോതിൽ വിദേശ നിക്ഷേപകരാണുള്ളത്. കണക്കുകൾ പ്രകാരം സ്വകാര്യ സംരംഭകർ
കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം $871 ഓഹരി വിപണിയിൽ നിന്നും മറ്റും സമാഹരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം സ്വകാര്യ നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. ആ നിക്ഷേപത്തിന് പിന്നിൽ വിദേശ ശക്തികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും അന്വേഷണങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് അപൂർവമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവിടെ 7 റോക്കറ്റുകൾ ഇപ്പോഴും തയ്യാറായി നിൽപ്പുണ്ട്. നിർമ്മാണ അസംബ്ലിങ്ങും പൂർത്തിയായിട്ടുള്ള റോക്കറ്റുകളാണ് വിക്ഷേപണത്തിന് കാത്തു കിടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സാഹചര്യം ISROയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അജിത് ഡോവൽ ഇവിടെ വന്ന് അന്വേഷിച്ച് ആ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടെന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പോരാത്തതിന് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അടക്കം പുറത്തു വരുന്നതോടെ ISROയ്ക്കുള്ളിലെ അട്ടിമറി നീക്കങ്ങളുടെ ചുരുളഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എവിടെ തിരിഞ്ഞാലും നമ്മുടെ നാട്ടിൽ അവിടെ ഒരു മാഫിയ കാണും, ഒരു കുത്തക കാണും. ആ കുത്തകയായിട്ട് തന്നെ ഇരിക്കാൻ പാടില്ല, അത് പൊളിയണം. ആ കുത്തക എങ്കിലേ നാട്ടിലുള്ള ആൾക്കാർക്ക് ഗുണം കാണുകയുള്ളൂ. പണ്ട് നമുക്കറിയാം, ഈ റിലയൻസുകാരന്മാർക്ക്, അതായത് ഈ അംബാനി ഉണ്ടല്ലോ, അവന്മാർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് വളരണമെന്ന് വലിയ ആഗ്രഹമൊന്നുമുള്ളൊരു ടീമൊന്നുമല്ല. ഇവരൊരു കുത്തകയാണ്, അറിയാലോ. ടെലികോം മേഖലയിലൊരു കുത്തക, മറ്റേ മേഖലയിലൊരു കുത്തക, അങ്ങനെ കുത്തകയായിട്ടാണ് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ കുത്തക പൊളിക്കണമെങ്കിൽ റിലയൻസ് മാത്രം പോരാ, ജിയോ മാത്രം പോരാ. നമുക്ക് എയർടെൽ വേണം, നമുക്ക് വോഡഫോൺ വേണം, നമുക്ക് BSN, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തേക്ക് വരണം. എങ്കിൽ മാത്രമേ കുത്തക ഇല്ലാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ മാത്രമേ ഇതിനകത്തുള്ളൂവെങ്കിൽ നാളെ ഒരു സമയത്ത് ഇവർ പറയുന്നത് ഗവൺമെൻറ് കേൾക്കേണ്ടി വരും. ഇവർ പറയുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്, അതാണ് യഥാർത്ഥത്തിൽ ഇൻഡിഗോ എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധി. നമുക്കറിയാലോ, ഒരു സമയത്ത് ഇവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് പണിമുടക്കി. അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ കിട്ടാനില്ല. ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഇത് പഠിച്ചു. കാരണം കുത്തക അനുവദിക്കാൻ പറ്റില്ല. ഒരുപാട് ഫ്ലൈറ്റുകൾ വരണം, ഒരുപാട് ഫ്ലൈറ്റ് കമ്പനികൾ വരണം. ഒരു മേഖലയിൽ വൈവിധ്യവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു കോടീശ്വരം മാത്രം പോരാ, ഒരുപാട് കോടീശ്വരന്മാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂസഫ് അലി പോയിട്ട് അമിത്ഷായെ കണ്ടിട്ടുണ്ട്. ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെയോ ഏഷ്യയിലോ ഏറ്റവും വലിയ ലുലു മാളാണ് അവിടെ വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ യൂസഫ് അലി അടക്കമുള്ള ആൾക്കാരെ നമ്മുടെ കേന്ദ്രം നല്ലപോലെ പ്രൊമോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അദാനിയെ കൊണ്ടുവന്നിട്ട് അദാനിയെ വലിയ രീതിയിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വലിയൊരു കോർപ്പറേറ്റ് ഭീമനാക്കി മാറ്റിയത്? അദാനിക്ക് അതിനുള്ള കെൽപ്പുണ്ട്, ഒന്നാമത്തെ കാര്യം. മറ്റൊരാൾക്ക് ആ കെൽപ്പുണ്ടെങ്കിൽ അയാളും അങ്ങനെ വന്നേനെ. അദാനിയെ കൊണ്ടുവന്നത് റിലയൻസിന് ഒരു അടി കൊടുക്കാനാണ്. കാരണം റിലയൻസ് ഒരു കുത്തകയാണ്. യൂസഫ് അലി ഇപ്പോൾ ഈ സംരംഭങ്ങളിൽ വരുന്നു, യാതൊരു പ്രശ്നവുമില്ലാതെ. യൂസഫ് അലിക്ക് പല കാര്യങ്ങളും, യൂസഫ് അലിക്ക് കശ്മീരിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആപ്പിൾ തോട്ടമുള്ള ഒരു വ്യക്തിയാണ് കശ്മീരിൽ യൂസഫ് അലിക്കുള്ളത്. അതുപോലെയാണ് യൂസഫ് അലിയെ പല മേഖലകളിലും ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് ബിസിനസ്സുകാർക്ക് വളരെ ഈസ് ഓഫ് ഡൂയിങ് നൽകുമ്പോൾ ബിസിനസ്സുകാർക്കറിയാം ഇതെന്താണ് സംഭവമെന്ന്. പക്ഷേ നമ്മൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരാണ് നീ സംഘി, നീ കമ്മി, നീ കൊങ്ങി, നീ ഹിന്ദു, നീ ക്രിസ്ത്യൻ, നീ മുസ്ലിം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഇതൊരു വലിയ വാർത്തയാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ ഇനി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ വലിയൊരു അട്ടിമറി ISROയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പം ശരി.